Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ഹോം സ്ക്രീനിലാണ് കാണുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണേ. എന്നിരുന്നാലേ വ്യൂ കൗണ്ട് ചെയ്യുള്ളൂ, വാച്ച് ടൈം കിട്ടുകയുള്ളൂ, മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ അതിന് ഏർണിങ്സ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ പറയേണ്ട അവസ്ഥയാണ് വരും കാലങ്ങളിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കുള്ളത്. കാരണം മുമ്പൊക്കെ നമ്മൾ പറയും നിങ്ങൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നൊക്കെയാണ് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വരും കാലങ്ങളിൽ ഇത്തരത്തിൽ പറയേണ്ട അവസ്ഥയാണ്. കാരണം യൂട്യൂബ് ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നതിൽ ഹോം സ്ക്രീനിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് അപ്ഡേറ്റിൻ്റെ വീഡിയോ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ സൊല്യൂഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകൾ പറഞ്ഞു ഇത് മുമ്പേ ഉള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോഴാണോ അറിയുന്നതെന്ന്. മുമ്പേ ഉള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും, സൗണ്ടൊന്നും കേൾക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്ത് ഓട്ടിച്ചിട്ട് കാണാൻ പറ്റുമായിരുന്നില്ല. ഓക്കെ, അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നില്ല, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ വീഡിയോ ഓടിക്കൊണ്ട് പരസ്യമാണ് ആദ്യം കാണിക്കണം, അതേ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അയില വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള പുട്ട് എന്തോ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഓട്ടിച്ച് കാണാനുള്ളത് വേണ്ട ഓട്ടിച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ നെക്സ്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഫുള്ളായി കാണാം. ഇത്തരത്തിൽ ഒരു ആഡ്സും ഇല്ല, ഒരു വ്യൂ കൗണ്ട് അതിൽ കൗണ്ടും ചെയ്യില്ല, അതുപോലെ അതിൻ്റെ വാച്ച് ടൈം കിട്ടില്ല. ഇത്തരത്തിൽ ഹോം സ്ക്രീനിൽ കാണുമ്പോൾ ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഉപകാരവും ഇല്ല, അതുപോലെ തന്നെ യൂട്യൂബിന് ഒരു ഉപകാരവും ഇല്ല. കാരണം യൂട്യൂബ് 45% സമ്പാദിക്കുന്നുണ്ടെങ്കിൽ 55% യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇത് യൂട്യൂബിനും ഇല്ല, ക്രിയേറ്റേഴ്സിനും ഇല്ല. നമ്മളിങ്ങനെ വെറുതെ അധ്വാനിച്ചിട്ട് വീഡിയോസ് ഇടും. വലിയ വലിയ ചാനലുകൾക്കൊക്കെ നല്ല നഷ്ടം, ചെറിയ ചാനലുകൾക്കും നഷ്ടം തന്നെയാണ്. ഡീമോട്ടിവേഷൻ ആവുന്ന അവസ്ഥയാണ്. ഞാൻ എന്തിന് യൂട്യൂബിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയാണ്. ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് മാറ്റാത്ത പക്ഷം ഇങ്ങനെയുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഡീമോട്ടിവേഷൻ ഒന്നും ആവണ്ട. ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും യൂട്യൂബ് ചെയ്തത് വല്ലാത്ത ചതിയായി പോയി തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഒരുപാട് പേര് സൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഈ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾക്കൊക്കെ മാസങ്ങളായി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അങ്ങനെയുള്ളവരോട് ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നമ്മൾ ഓരോ അപ്ഡേറ്റും യൂട്യൂബിൽ പുതുതായിട്ട് വരുന്ന ചേഞ്ചസ് ആണ് പറയാറുള്ളത്. ഈ സൗണ്ട്, അതായത് വോയിസ് കേൾക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അതുപോലെ ഈ സ്കിപ്പ് ചെയ്യണതിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ എവിടെയെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റിങ്സിൽ ഇവിടെ ഓട്ടോ പ്ലേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ, ഇതിപ്പോൾ ഓഫാണ്, എനേബിൾ അല്ല, ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ പ്ലേ ആവാനുള്ള ഓപ്ഷനാണ് കേട്ടോ. അത് ഞാൻ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അതിലല്ല, നമ്മൾ ജനറൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഒന്ന് പോവാം. ഞാൻ നിങ്ങൾക്ക് ഹോം സ്ക്രീൻ കാണിച്ചു തരാം. ഇനി ആ വീഡിയോ ഓടുന്നതല്ല, അതായത് ഇനി അതിൽ ക്ലിക്ക് ചെയ്താലേ അതിൽ ആഡ്സും വരും, അതിൽ വ്യൂ കൗണ്ടും ചെയ്യും, അതുപോലെ തന്നെ അതിൽ പരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റവന്യൂവും കിട്ടും, വാച്ച് ടൈമും കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് എങ്ങനെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇത് ഓഫ് ആക്കണം, ക്രിയേറ്ററിൻ്റെ കയ്യിലല്ല, ഇത് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ ആളുകളും ഓഫ് ചെയ്യണം. മുമ്പൊക്കെ ഈ സെറ്റിങ്സിനെ കുറിച്ച് പറയുന്നത് ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ, അതായത് മുമ്പ് ഇതുപോലെ സൗണ്ട് കേൾക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്ത് ഇത്തരത്തിൽ ഓട്ടിച്ച് കാണേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഡാറ്റ സേവ് ചെയ്യാൻ, അതായത് ഓട്ടോമാറ്റിക്കായി പ്ലേ ആകുമ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ പോവുകയാണ്. അപ്പോൾ ഡാറ്റ പോകുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ ഇത്തരത്തിൽ ആഡ്സ് വരാനും വ്യൂ കൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ സേവ് ചെയ്യാനും കൂടി തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഹോം പേജിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ വ്യൂവേഴ്സിന് ഇത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഡാറ്റ സേവ് ചെയ്യല്ല, ആ വീഡിയോയിൽ അടങ്ങിയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഹോം സ്ക്രീനിൽ തന്നെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം, ഒരു ആഡ്സും ഇല്ലാണ്ട്. കാരണം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആഡ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പൈസ സമ്പാദിക്കുകയോ ഇല്ല, അത് അവർക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് 10 രൂപ അതിൽ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് ഓരോ യൂട്യൂബറും ഒരുപാട് പ്രയത്നിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത്. നല്ല നല്ല വീഡിയോ ക്വാളിറ്റിയും DSLR-ഉം എല്ലാം എടുത്ത് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്നവരാണ് ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നവർ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ട് ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം വ്യൂ വളരെ കുറവാണ് എന്ന്. കാരണം ഇത്തരത്തിൽ കാണുമ്പോൾ ഒരു വ്യൂ കൗണ്ട് കാണിക്കില്ല, ആഡ്സും വരില്ല, റവന്യൂയും കിട്ടില്ല, എല്ലാം കുത്തനെ താഴെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്.
അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബ് എടുത്തു കളയണം എന്നുള്ള റിക്വസ്റ്റ് ട്വിറ്റർ വഴി നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഫീഡ്ബാക്ക് അയക്കണം. ലൈവ് ചാറ്റ് ഓപ്ഷനൊക്കെ ഉണ്ടാവും മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകൾക്ക്, അതിലൊക്കെ പറയണം. അവരോട് നമ്മൾ ചാറ്റ് ചെയ്ത് പറഞ്ഞാലേ ഈ ഒരു ഓപ്ഷൻ അവർ എടുത്തു കളയുള്ളൂ. ഇത് കളയുക വഴി മാത്രമേ യൂട്യൂബിൽ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ നിലനിന്നാലേ യൂട്യൂബിന് ഉപകാരമുള്ളൂ. യൂട്യൂബിന് ഉപകാരമുള്ള കാര്യങ്ങൾ യൂട്യൂബ് തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ ചേഞ്ചസ് വരുത്തണം. എന്നിരുന്നില്ല ക്രിയേറ്റേഴ്സ് നിൽക്കുള്ളൂ. ക്രിയേറ്റേഴ്സ് നിന്നാലേ യൂട്യൂബിന് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റിങ്സ് യൂട്യൂബ് എന്തായാലും മാറ്റിയിരിക്കും. കാരണം യൂട്യൂബിൻ്റെ വരുമാനം കൂടി അവിടെ സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയാണ്. ഓക്കെ, അതുകൊണ്ട് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഡീമോട്ടിവേഷൻ ഒന്നും ആവണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ എന്തായാലും എടുത്തു കളയും. ഓക്കെ, അല്ലെങ്കിൽ ഇതിലൂടെ പരസ്യം കാണിക്കുന്ന ഓപ്ഷൻ കൊണ്ടുവരണം. ഇങ്ങനെ വീഡിയോ ആര് പ്ലേ ചെയ്ത് കാണുന്നു, അതായത് പ്ലേ ചെയ്യാണ്ട് ഹോം സ്ക്രീനിൽ കാണുന്നോ അതിൽ ആഡ്സും കാണിക്കുക, അതിൻ്റെ വാച്ച് ടൈം കൗണ്ട് ചെയ്യണം, വ്യൂവും കൗണ്ട് ചെയ്യണം. ഒരു പെട്ടെന്ന് തന്നെ അത് ഓടുമ്പോൾ തന്നെ അങ്ങനെ ആഡ്സ് വരുന്ന രീതിയായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീഡിയോ ഓപ്പൺ ആക്കിയും കാണും. അതുപോലെ യൂട്യൂബ് ചെയ്ത വേറൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഹൈഡ് ആവുന്ന ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡായി. പിന്നെ അവിടെ ആ ബെല്ലൈക്കൻ്റെ ഓപ്ഷൻ കാണാനില്ല. അതിന് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബെല്ലൈക്കൺ വരുമ്പോൾ അതിൽ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ഒരു അവസ്ഥയായി. മുമ്പൊക്കെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതും എനേബിൾ ആയതും അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിക്ക് ബെല്ലൈക്കൺ കൂടി അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അതിലും കൂടി ക്ലിക്ക് ചെയ്യും. കാരണം ഇനിയും ഇടുന്ന വീഡിയോ എനിക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളൊരു മനോഭാവം കൂടി ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. സബ്സ്ക്രൈബ് ബട്ടൺ ഹൈഡ് ആവുന്നതോടുകൂടി ചാനൽ വേറെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥയും കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോഴും അത് വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റിലൂടെ പറയുന്നതായിരിക്കും. എന്നിരുന്നാലും വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്കൊന്നും പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ആരും ഡീമോട്ടിവേഷൻ ഒന്നും ആവണ്ട. എല്ലാവരും മോട്ടിവേഷനോട് കൂടി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റിൽ ഈ ഒരു മാറ്റം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ ഇത് ഓഫ് ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓഫ് ചെയ്യേണ്ടവർക്ക് ഓഫ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇതുപോലെ കാണാം. യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഇത് മാറ്റുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രവണത തുടർന്നു കൊണ്ടിരിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് ആഡ്സ് ഇല്ലാണ്ട് സുഖകരമായ വീഡിയോ കാണാനാണ് അവരെപ്പോഴും നോക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീമിയർ മെമ്പേഴ്സിനാണ് ഇത്തരത്തിൽ ആഡ്സ് ഇല്ലാണ്ട് വീഡിയോ കാണാനുള്ള അനുമതി യൂട്യൂബ് കൊടുത്തിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അവസ്ഥയായി. ഓക്കെ, കുറച്ച് ക്യാഷ് അടച്ചിട്ട് പ്രീമിയർ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തും പ്രീമിയർ മെമ്പർഷിപ്പ് വേണോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഹോം സ്ക്രീനിൽ തന്നെ കാണിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ആഡ്സ് വരും. അഥവാ നിങ്ങൾ പ്രീമിയർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആഡ്സ് ഇല്ലാണ്ട് വീഡിയോ കാണാമായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രീമിയർ മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ഹോം സ്ക്രീനിൽ തന്നെ വീഡിയോ കാണേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻ വന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആഡ്സും വരുന്നതായിരിക്കും, വ്യൂ കൗണ്ട് ചെയ്യുന്നതായിരിക്കും, അതുപോലെ തന്നെ വാച്ച് ടൈമും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ ഹോം സ്ക്രീനിൽ മാത്രമേ ഈ പ്രോബ്ലം ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യം പറഞ്ഞു തന്നാണ്. ഒരുപാട് പേര് കമൻ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.